നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഗുരുതര ആരോപണവുമായി മാത്യു കുഴൽനാടൻ MLA വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നു. നിയമസഭയിൽ അദ്ദേഹത്തിന് സംസാരിക്കാനായിട്ടുള്ള അവസരം പോലും നൽകാതെ ഭരണപക്ഷം ഒതുക്കി തീർക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ ഇതാ കുഴൽനാടൻ വെളിപ്പെടുത്തുന്നത് CMRL കമ്പനിക്ക് വേണ്ടി സർക്കാർ വ്യവസായ നയത്തിൽ മാറ്റം വരുത്തിയെന്ന ഗുരുതര ആരോപണമാണ്. കരിമണൽ ഖനനം പൊതുമേഖലയിൽ നിലനിർത്താൻ 2004 മുതൽ വിവിധ സർക്കാരുകൾ സ്വീകരിച്ച നയം അട്ടിമറിക്കാൻ ശ്രമിച്ചത് പിണറായി സർക്കാരാണ്. മാസപ്പടി കേസിൽ പ്രധാന പ്രതി മുഖ്യമന്ത്രിയാണ് എന്ന് കുഴൽനാടൻ പറയുന്നു. CMRLന് കരിമണൽ ഖനന അനുമതി ലഭിക്കാൻ മുഖ്യമന്ത്രി ഇടപെട്ടു. പ്രതിഫലമായി 2016 മുതൽ 3 വർഷം മകൾ വീണ വിജയന്റെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ വന്നതായും കുഴൽനാടൻ ആരോപിക്കുന്നു. ഖനന നയം മാറ്റാൻ സർക്കാർ സ്വീകരിച്ച നടപടികളുടെ രേഖകളും കുഴൽനാടൻ വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടു. CMRLന് ഖനനത്തിനായി കരാർ നൽകിയ ഭൂമി വിജ്ഞാപനത്തിലൂടെ ഏറ്റെടുക്കാമായിരുന്നുവെന്നും ആ അവസരം ഉപയോഗിക്കാതെ കരാർ നൽകാനാകുമോ എന്നാണ് മുഖ്യമന്ത്രി പരിശോധിച്ചതെന്നും കുഴൽനാടൻ പറയുന്നു. ഖനനം സംബന്ധിച്ച CMRL ഫയൽ മാത്രം വിളിച്ചു വരുത്തി പരിശോധിച്ചതിലെ താൽപ്പര്യം മുഖ്യമന്ത്രി വെളിപ്പെടുത്തണം. കമ്പനിക്ക് വേണ്ടി അനുകൂല നിലപാട് സ്വീകരിച്ചതിൻ്റെ പ്രതിഫലമായിട്ടാണ് മകൾ വീണയ്ക്ക് പ്രതിമാസം 8 ലക്ഷം രൂപ ലഭിച്ചത്. വ്യവസായ വകുപ്പിലെ ഉദ്യോഗസ്ഥർ എടുത്ത ശരിയായ തീരുമാനത്തെ മറികടക്കാനാണ് മുഖ്യമന്ത്രി ഇടപെട്ടിരിക്കുന്നത്. ഖനനത്തിന് സ്വകാര്യ കമ്പനികൾ വേണ്ടെന്ന് 2019 മുതൽ കേന്ദ്രം ഉത്തരവ് ഇറക്കിയില്ലായിരുന്നുവെങ്കിൽ CMRLന് ഭൂമി നൽകുമായിരുന്നു. ഖനനത്തിനായി ഭൂമി വിട്ടുകൊടുക്കാനായി 2016 മുതൽ CMRL മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകി. ഇത്രയും ചെയ്തിട്ട് CMRL രേഖകളിലുള്ള PV പിണറായി വിജയൻ അല്ലെന്ന് പറയാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. മുഖ്യമന്ത്രിയുടെ ഇടപെടൽ സംബന്ധിച്ച കൂടുതൽ കാര്യങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നാണ് കുഴൽനാടൻ പറയുന്നത്. 2003-2004 കരിമണൽ ഖനനത്തിലുള്ള 4 കരാറ് CMRLന് ലഭിച്ചിരുന്നു. 1000 കോടിക്ക് മുകളിലുള്ള ഇടപാടാണ് നടന്നത്. 10 ദിവസം കഴിഞ്ഞപ്പോൾ കരാർ നടപടികൾ സർക്കാർ സ്റ്റേ ചെയ്തു. കരാർ തിരിച്ചു പിടിക്കാൻ CMRL ശ്രമിച്ചെങ്കിലും ആന്റണി VS അച്യുതാനന്ദൻ സർക്കാരുകൾ കരാർ നൽകിയില്ല. കരിമണൽ ഖനനത്തിന് പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രം മതിയെന്ന നിലപാട് VS സർക്കാർ എടുത്തു. കേസ് സുപ്രീം കോടതി വരെ എത്തി. സുപ്രീം കോടതി ഉത്തരവിലൂടെ ഭൂമി സംസ്ഥാന സർക്കാരിന് ഏറ്റെടുക്കാനുള്ള നിയമപരമായ അവസരം ലഭിക്കുകയും ചെയ്തു. ഭൂമി ഏറ്റെടുത്ത് വിജ്ഞാപനം ഇറക്കാൻ കഴിയുമായിരുന്നു. ഇതിൻ്റെ നടപടികൾ നടക്കുമ്പോൾ പിണറായി സർക്കാർ അധികാരത്തിലെത്തി. 2016 മുതൽ മകൾ വീണയ്ക്ക് മാസപ്പടിയും ലഭിച്ചു തുടങ്ങി. പിന്നാലെ ഖനന അനുമതി ലഭിക്കാൻ CMRL അപേക്ഷ നൽകി. കരിമണൽ ഖനനം പൊതുമേഖലയിൽ തന്നെ നിലനിർത്തും എന്നായിരുന്നു 2018 വ്യവസായ നയത്തിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്ന സുപ്രീം കോടതി ഉത്തരവ് പാലിക്കപ്പെടും എന്ന് നയത്തിൻ്റെ മലയാളം കോപ്പിയിൽ പറയുന്നുണ്ട്. ഇത് CMRLന് വേണ്ടിയായിരുന്നു. അപ്പോഴല്ല 8 ലക്ഷം രൂപ വീണയുടെ അക്കൗണ്ടിലേക്ക് പ്രതിമാസം വന്നിരുന്നു. കാര്യങ്ങൾ അനുകൂലമാക്കാനായിരുന്നു CMRL വീണയ്ക്ക് പണം നൽകിയത്. ഇതിനിടെ എല്ലാ സ്വകാര്യ ഖനന അനുമതികൾ റദ്ദാക്കാൻ 2019 കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 2004 CMRLന് കൊടുത്ത കരാർ റദ്ദാക്കാൻ മൈനിങ് വിഭാഗം നടപടികളുമായി മുന്നോട്ടു പോയി. ഭൂമി സർക്കാർ തിരിച്ചെടുക്കാനുള്ള നടപടി നടക്കുമ്പോഴാണ് CMRL മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യവസായ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഫയൽ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ വകുപ്പിലല്ലാത്ത ഫയൽ വിളിച്ചു വരുത്തി പരിശോധിക്കണമെങ്കിൽ എന്തെങ്കിലും പ്രത്യേകത വേണം. പിന്നീട് മുഖ്യമന്ത്രി യോഗവും വിളിച്ചു. ഖനന കരാർ റദ്ദാക്കാനാണ് നിയമവകുപ്പ് നിർദ്ദേശിച്ചത്. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ അന്തിമ തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി. കേന്ദ്ര സർക്കാർ തീരുമാനം ഉണ്ടായിരുന്നില്ലെങ്കിൽ
CMRLന് അനുകൂലമായി തീരുമാനം ഉണ്ടാകുമായിരുന്നു. എക്സാലോജിക് വിഷയത്തിൽ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാനുള്ള നീക്കം സ്പീക്കർ തടഞ്ഞത് അംഗത്തിൻ്റെ അവകാശം നിഷേധിക്കലാണ്.